വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കും. ഈ വക പലതും നിങ്ങൾ ചെയ്യുന്നു. പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട് എല്ലാവരോടും കേട്ട് ഗ്രഹിച്ചുകൊള്ളുകയും പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്ന അത്ര മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ പുരുഷാരത്തെ വീട്ടിൽ ചെന്ന ശേഷം ശിഷ്യന്മാർ ആ ഉപമയെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ അവരോട്, ഇങ്ങനെ നിങ്ങൾ ബോധമില്ലാത്തവരോ പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ? അത് അവൻ്റെ ഹൃദയത്തിലല്ല വയറ്റിലത്ര ചെല്ലുന്നത്, പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നു. ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് അവൻ പറഞ്ഞു. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീദോൻ്റെയും സോരിൻ്റെയും അത് നാട്ടിൽ ചെന്നു ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുതെന്ന് വെച്ചിട്ട് എങ്ങനെ മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കർത്താവായ യേശു കർത്താവ് പറയുന്നത്, മനുഷ്യനെ അശുദ്ധമാക്കുന്നത് നമ്മളുടെ ശരീരത്തിലുള്ള ദോഷ സ്വഭാവങ്ങളാണ് നമ്മളെ അശുദ്ധമാക്കുന്നത്. നമ്മുടെ സ്വഭാവങ്ങളാണ് നമ്മളെ അശുദ്ധമാക്കുന്നത്. ആ സ്വഭാവം നമ്മളെ അശുദ്ധമാക്കുമ്പോൾ അതിൽ നിന്നും അശുദ്ധാത്മാവ് നമ്മളിലേക്ക് കയറാതെ സൂക്ഷിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശുദ്ധമായ സ്വഭാവങ്ങൾ മറ്റുള്ളവരെ കർത്താവെ വിശുദ്ധീകരിക്കുമല്ലോ. ഞങ്ങളിൽ അശുദ്ധി ഉണ്ടെങ്കിൽ ഞങ്ങളിൽ നിന്നും അശുദ്ധി മാത്രമേ പുറപ്പെടുകയുള്ളൂ. അതിനായി ഞങ്ങളിൽ വിശുദ്ധി ക്രിയേറ്റ് ചെയ്യുവാൻ സഹായിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവകൃപ, ദൈവശക്തി നൽകിക്കാട്ടും. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.